ഉപ്പയിൽ നിന്ന് നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് ഭാര്യമാരും ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്ന കുറേ ആഗ്രഹങ്ങൾ, കബിൽത്തു എന്ന് പറഞ്ഞാൽ കബിൽത്തു മിൻക നിക്കാഹ എന്ന് പറയേണ്ടതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അറബി അറിയുന്നവർ പറയട്ടെ ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഉള്ളിൽ ലഫ്ള് മുറിഞ്ഞു പോകുന്നുള്ളതാണ്. മിൻക ഇവിടെ ഉപയോഗിക്കണം. പല നിക്കാഹിൽ നമ്മൾ കേൾക്കുന്നത് കബിൽത്തു മിൻക നിക്കാഹ എന്ന്. കബിൽത്തു നിക്കാഹ എന്ന് പറഞ്ഞാൽ മതി, മിൻക ഒഴിവാക്കണം എന്നാണ് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഇനി ഉലമാക്കൾ റിസർച്ച് ചെയ്തോളൂ, ഞാൻ അതിൽ പെട്ട ആളല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് മിൻക ഞാൻ പാണക്കാട്ടുള്ള ഒരു തങ്ങളോട് വരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ മിൻക ഉപയോഗിക്കേണ്ട, വലിയ ആലിമ്യങ്ങൾ പറഞ്ഞ മിൻക ഉപയോഗിക്കേണ്ട എന്നാണ്. നിങ്ങൾ സെർച്ച് ചെയ്യട്ടെ. ഞാനൊരു അഭിപ്രായം പറഞ്ഞു. ഞാൻ എന്നും വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് നല്ല സൗകര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാകുമ്പോൾ മരണം വരെ വിദ്യാർത്ഥിയാകുമ്പോൾ നല്ല സുഖമാണല്ലോ. ആലിമായാലാണ് ആകെ പ്രശ്നം, കാരണം പറഞ്ഞതൊക്കെ ഭയങ്കര ഒതന്റിക് ആയിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ കബിൽത്തു നിക്കാഹ എന്ന് പറഞ്ഞു, ഞാൻ ഈ നിക്കാഹിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? ആ സ്വീകരിക്കൽ അവളെ കണ്ട് സ്വീകരിക്കലല്ല, അവളെ സ്വീകരിക്കലല്ല. അവിടെ ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നത്, ലോകത്തിലെ സൈക്കോളജിസ്റ്റുകൾ ഇങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞതിൽ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത് ഏറ്റവും ടോപ്പായിട്ട് 3 എണ്ണം നമ്മൾ ആണുങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം: ലവ്, കെയർ, പ്രൊട്ടക്ഷൻ. ഈ 3 എണ്ണമാണ് ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ കുറച്ചൊന്ന് കുറഞ്ഞു കൊടുക്കുമ്പോൾ, എങ്ങനെ കുറഞ്ഞു കൊടുക്കണം? നമ്മൾ ഭയങ്കര സീരിയസ് ആകുന്ന സമയത്ത് ഒരിക്കലും പെണ്ണിട്ടരുത്. കുട്ടിക്കളിയുള്ള സമയത്തെ പെണ്ണിട്ടാവും. ഞാൻ പറയാൻ മനസ്സിലായോ? നമ്മൾ ആലിമായി അതിൻ്റെ മേലെ മുഫ്തിയായി, ഉദാഹരണം പറയുകയാണെ, അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒരു കൊല്ലം ജമാഅത്തൊക്കെ പോയി ഭയങ്കര ഫിക്കറായി അതിനുശേഷം കല്യാണം കഴിക്കാൻ നിന്നാൽ നമുക്ക് കാമുകനാകാൻ പറ്റൂല. അങ്ങനെ ചെയ്തൊരു വിരോധി അങ്ങനെ പറയരുത് കേട്ടോ. ചില ആൾക്കാരുടെ മനസ്സെപ്പോഴും അങ്ങനെ ഉണ്ടാവും. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കേണ്ടത് കുട്ടിക്കളി മാറാത്ത സമയത്ത്. കാരണം എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്നത് ഭർത്താവ് ഒരു രസകരമായ ഒരു കാമുകനായി നിൽക്കാനാണ്. ആ പെൺകുട്ടിയുടെ സൈക്കോളജി അതാണ്. നമ്മൾ ചിലപ്പം ഭയങ്കര മുഫ്തിയായിരിക്കും, ഭയങ്കര ആലിമായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും. അതൊക്കെ എവിടെ നാട്ടുകാർക്കിടയിലും സമൂഹത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ആയിക്കോളി. പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഗർവും കൊണ്ട് എന്താക്കരുത്, വരരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്കറിയാമല്ലോ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയുന്നുണ്ട്, യുദ്ധത്തിന് വേണ്ടിയൊക്കെ പറഞ്ഞയച്ചിട്ട് തല പുകഞ്ഞു നിൽക്കും, പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ വന്ന് അവിടെ സംഭവിച്ചതുപോലും വീട്ടിൽ എന്താക്കാറില്ല, പ്രകടിപ്പിക്കാറില്ല. അതായിരിക്കണം നമ്മൾ എന്തോ കുന്താവട്ടെ, പക്ഷെ വീട്ടിൽ നമ്മൾ എന്താക്കണം, ഒരു പണ്ടൊരു കുട്ടി പറഞ്ഞല്ലോ, ഒരു അധ്യാപകൻ ചോദിച്ചു, വെറുതെ കിറുക്കൻ ചോദ്യം ചോദിച്ചതാണ്. പിന്നെ അധ്യാപകൻ ചോദിച്ചു, പിന്നെ ഓമനക്കുട്ടന് 32 വയസ്സ്, പിന്നെ അതേമാതിരി തന്നെ ആമിനക്കുട്ടിക്ക് 66 വയസ്സ്, എനിക്ക് അപ്പോൾ വയസ്സ് എത്രയെന്ന് ചോദിച്ചു. ഇതെന്നപ്പം നിന്നാ മനസ്സിലാക്കുക. ഒരു കുട്ടി എണീറ്റ് എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് 50 വയസ്സായി എന്നിട്ട്. അതിൽ മാഷ് ചിരിച്ചുകൊണ്ട് വെച്ച്, എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞു എന്ന് ചോദിച്ചു. ആ സത്യത്തിൽ എന്തോ ഒരു പെൻഷൻ കുടുങ്ങിയതാണത്. മാഷയ്ക്ക് എന്തായിരുന്നു, 50 വയസ്സ് തന്നെ. നിനക്കെങ്ങനെ ഇങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിൽ എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠൻ്റെ വയസ്സ് 25ആണ്, അവനൊരു ഹാഫ് വട്ടാണ്. അവനെന്താണ്, ഒരു ഹാഫ് വട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് മുഴുവട്ടാണ്, അതുകൊണ്ട് 50 കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പൊ നമ്മള് ഒരു ഹാഫ് വട്ടനാവണം. എവിടെ വീട്ടില് നമ്മളെ അറിവുകൾ അധികമായി വിളമ്പരുത്. കാമുകനായി നിന്നു കൊടുക്കാൻ പറ്റും. ഓരോ പെൺകുട്ടിയും അത് ആഗ്രഹിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ഓരോ പെൺകുട്ടിയും അത് ആഗ്രഹിക്കും. ഇതേപോലെ പെൺകുട്ടികളാകാൻ നമ്മളും ആഗ്രഹിക്കുന്നു. മനസ്സിലായി? നമ്മളും ആഗ്രഹിക്കുന്നു ഒരു കാമുക ബന്ധം. നമ്മൾ തമ്മിൽ പരസ്പരം, നിങ്ങൾക്ക് വേണമെങ്കിൽ വിയോജിക്കട്ടോ, ഞാൻ എൻ്റെ ഭാഗം പറയാണ്, വിയോജിപ്പുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എടാ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം, അപ്പോഴേ പ്രണയം ഉണ്ടാവും. ഇക്കാക്കാന്ന് കൂട്ടിയിട്ട് തന്നെ വിളിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ പ്രണയം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. പ്രണയത്തിൽ ഡാ എന്ന വിളിയുണ്ട്, പ്രണയത്തിൽ മോനു എന്ന വിളിയുണ്ട്, പ്രണയത്തിൽ മോളു എന്ന വിളിയുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ വിവാഹം നല്ലപോലെ മുന്നോട്ട് പോകും. എന്തായാലും ഇക്കാക്കാന്ന് കൂട്ടി വിളിക്കണം നിങ്ങൾ നിർബന്ധം പിടിക്കരുത്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഫാത്തിമ ബീവി എന്തായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? അലിക്കാക്കാന്ന് എന്തായാലും വിളിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ പറയും, എന്തായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? ഏറ്റവും നല്ല കപ്പിളായിട്ട് ഇസ്ലാം ചർച്ച ചെയ്യുന്നത് ആരെയാണ്? അതിൽ പെട്ട ഒന്നാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അലി റളിയല്ലാഹു തആല. ഏറ്റവും നല്ല കപ്പിളായിട്ട്, ബെസ്റ്റ് കപ്പിൾ ഇൻ ദിസ് വേൾഡ്. മനസ്സിലായോ? അങ്ങനെയുള്ള ഈ 2 പേര് ഒരിക്കലും ഇക്കാന്നുള്ള മലയാള പ്രയോഗമല്ലേ, അറബിയിൽ അലിക്കാക്കാന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. പിന്നെന്തായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക?
നിങ്ങൾ എന്താ പറയാത്തത്? പേരെന്നെ അല്ലേ, യാലി. നമ്മളെങ്ങാനും അങ്ങനെ വിളിച്ചാൽ എങ്ങനെയാണ് യാ സുലൈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോത്തിന് ഇളകിയാൽ എന്താ കാര്യമെന്ന്? നമ്മൾ സുന്നത്തിലേക്ക് പോകുമ്പോൾ എല്ലതും വേണ്ട നോക്കുക. അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഫാത്തിമാവി വിളിച്ചതുപോലെ അവര് തമ്മിൽ എനിക്കുറപ്പാണ് ഭയങ്കരമായ പ്രണയമുണ്ടായി. അങ്ങനത്തെ വിളികളൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ഹദീസുകൾ നമ്മൾ പരിശോധിക്കും. അതുകൊണ്ട് നമ്മൾ അഭിമാനത്തോടെ മാനത്തോടു കൂടി തന്നെ നമ്മൾ വിളിക്കണം. നമ്മൾ എന്താക്കരുത്? ശാഠ്യം പിടിക്കരുത്. പ്രണയത്തിലുള്ള വിളിയാ. പ്രണയം മനസ്സിലാക്കാൻ പറ്റാത്തവർക്കാണ് ഞാൻ പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമുക്കൊരു ചെറിയ കുട്ടി ഉണ്ടെന്ന് വിചാരിക്കും. ഒരു 5-6 വയസ്സുള്ളൊരു കുട്ടി. ആ കുട്ടി ഇങ്ങനെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ, നിന്റെ മോൻ എന്നോട് പറഞ്ഞു സ്കൂളിൽ എന്നെയാണ് ഗാന്ധിയായിട്ട് തിരഞ്ഞെടുത്തിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിപ്പോൾ എന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? അപ്പോൾ അവൻ പറയണം കുറേ കുട്ടികളെ മോന്ത ഇങ്ങനെ നോക്കി, അപ്പോൾ എൻ്റെതാണ് അത്ര അതിന് ഫിറ്റ് എന്ന് പറഞ്ഞു. ഓൻ്റെ ഒരു അഭിപ്രായമാണത്. അപ്പോൾ 2000 കുട്ടികൾ പഠിക്കണതിൽ ഓനാണ് ഇപ്പോൾ ഗാന്ധിയായിട്ട്. എന്നിട്ട് എന്നോട് പറയാം നിങ്ങൾ വരുമ്പോൾ മറ്റേ തുണി കൊണ്ടുവരണം, പപ്പടം കൊണ്ടുവരണം, അത് കഷണ്ടിയാക്കാൻ വേണ്ടിയിട്ട് പപ്പടം കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു ഇയ്യം ഉണ്ടാതിരുന്ന് വേറെ ഏതെങ്കിലും ഗാന്ധിനെ തിരഞ്ഞെടുക്കാൻ പറയും, ഇയ്യെന്നൊരു ഗാന്ധിയായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഇതുണ്ടാവും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ അത്ര ഓമനിച്ചാണ് നമ്മൾ കൊണ്ടെടുക്കും. അല്ല, അങ്ങനെ തന്നെ അല്ലേ? ആ കുട്ടി പെട്ടെന്ന് മരിച്ചു എന്ന് വരും. പെട്ടെന്ന് മരിച്ചു എന്ന് വരും. ആ കുട്ടിയുടെ കളിപ്പാട്ടം കാണുമ്പോൾ നമ്മുടെ വികാരം എന്തായിരിക്കും? ആ കുട്ടിയുടെ ഡ്രസ്സ് കാണുമ്പോൾ നമ്മുടെ വികാരം എന്തായിരിക്കും? ഞാൻ ഇന്നാള് പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് ഞാൻ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി നിൽക്കണം, നിങ്ങൾ ഒന്നും ഇവിടെ നിന്ന് കടന്നിട്ട് പോകും. ഒരു കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ്. 6 വയസ്സോ 7 വയസ്സുള്ള കുട്ടി. ആ ഉമ്മക്ക് മാനസികമാകുന്നു. ഇപ്പം നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ആകെ തെറ്റിപ്പോൾ. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാണ്, നിങ്ങൾ വേഗം എന്ത് ചെയ്യാൻ ചെക്കട്ടെ. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാനും വയ്യ, മോൻ മരിച്ച ദുഃഖത്തിലാണ്. അവിടെ വലിയ വറപ്പൂർ നടന്ന മഹലിൽ. അപ്പം ഞാൻ വേഗം ഓടി ചെന്നു. പിന്നെ മുഫ്തികൾ നമുക്ക് 10 വന്നിട്ടുണ്ട് കേട്ടോ, എന്ത് ഇവരോടൊക്കെ സംസാരിക്കാന്നുള്ളത്. ഞാൻ സാത്യോളോടും കൂടി പറയാണ്, ആ മുഫ്തികളോട് ചോദിക്കുക ഇൻഷാ അല്ലാഹ്. ഡോക്ടർമാർക്കൊരു ഇതുണ്ട് സ്ത്രീകളോട് നേരിട്ട് സംസാരിക്കുക എന്നുള്ളത്. അത് ഞാൻ അവരോട് ചോദിക്കണം. നോ പറയുന്ന സമയത്ത് നമ്മളതൊക്കെ മാറ്റുള്ളൂ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് എല്ലാം കൂടി പ്രതിക്കൂട്ടിലാക്കരുത്. അപ്പോൾ ഞാൻ ഈ കുട്ടീനോട് സംസാരിച്ചു. ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം മാനസിക അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൗൺസിലിംഗ് നടത്തി. ഇപ്പോൾ മാഷാ അല്ലാഹ്. പക്ഷെ അതിനുശേഷം എന്തായി? ഈ സ്ത്രീയുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഡ്രസ്സ് വെച്ചിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ വരക്കാർ എന്നെ വിളിക്കുകയാണ്. അവൾ ഇങ്ങനെ ഉറങ്ങുന്നു. എല്ലാ ഡ്രസ്സും ഒന്നൊന്നും അല്ല, അത്ര 5-8 ഡ്രസ്സുള്ളതെല്ലാം കൂടി മാറത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നെഞ്ചത്ത് വെച്ചിട്ട് കിടന്നുറങ്ങും. ഇങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ച് കാലം അങ്ങനെ കിടക്കട്ടെ, അതൊരു വലിയൊരു മാനസിക രോഗമായിട്ട് നിങ്ങൾ കാണണ്ട. അങ്ങനെ കുറേ ഇങ്ങനെ കിടന്ന് ആ 8 ഡ്രസ്സുള്ളതൊന്ന് 6 ആക്കുക, പിന്നെ 4 ആക്കുക, പിന്നെ 2 ആക്കുക, പിന്നെ ഒറ്റ ഡ്രസ്സാക്കുക. കുറേ കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സും ഇല്ലാതെ എന്ത് ചെയ്യുക, ആ കുട്ടിയുടെ ഒരു ഡ്രസ്സ് പോലും ചാരത്ത് വെക്കാതെ കിടന്നുറങ്ങാൻ പറയാം. അങ്ങനെ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഈ ഉമ്മമാർക്ക് കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യും. മനസ്സിലായി? കുട്ടി മരിച്ചുപോയാൽ ആ സമയത്തുണ്ടാകുന്ന നമ്മുടെ ഒരു വികാരം ഉണ്ടല്ലോ, അതിൻ്റെ പേരാണ് സത്യത്തിൽ എന്ത്? പ്രണയം. അതാണ് എന്ത്? പ്രണയം. ആ പ്രണയത്തോടുകൂടി അവിടെ കല്യാണം കഴിച്ചവർ എത്ര പേരുണ്ടെന്ന് കൈപ്പൊക്കെയാണ്. അത് ശരി, നിങ്ങൾ കൂടുതലും മരുമ്പന്മാർ തന്നെയാണല്ലേ. ഈ ആഫില് കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കഴിക്കാത്തൊരു വിനായ കുറച്ച് ആൾക്കാർ. അപ്പൊ ആ ഒരു പ്രണയമാണ് നമ്മൾ തമ്മിൽ നടക്കുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. പ്രണയത്തിന് ഒരുപാട് എക്സ്ക്യൂസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞുകൊണ്ടൊന്നും വിചാരിക്കരുത്. ഈ പ്രണയം മൂത്തിട്ടാണ്. കറുത്ത ആളാണെങ്കിൽ പോലും, ഞാൻ എന്നാൽ കണ്ണൂരിൽ നിന്നൊരു കുട്ടിയെ കൊണ്ടുവന്നിരുന്നു എൻ്റെ വീട്ടിൽ. ഇപ്പുറത്ത് RSS പയ്യനാണ്, ഭയങ്കരമായി കറുത്ത് മെലിഞ്ഞുണങ്ങിയ പയ്യനാണ്. ഈ കുട്ടിനോട് എത്ര പറഞ്ഞിട്ടും ആ കുട്ടി പിന്മാറുന്നു. അതിനവസാനം ആ പയ്യൻ എന്നോട് പറഞ്ഞു, സാർ ഞാൻ പിന്മാറാൻ തയ്യാറാണ്, ഇവള് പിന്മാറുകയാണെങ്കിൽ. അത്രത്തോളം അപ്പം എന്താ സംഭവം? ഈ പ്രണയം തലയിൽ കയറിയാൽ പിന്നെ വേറൊന്നും നോക്കൂല. ഞാൻ ഉദാഹരണം പറഞ്ഞത്. പിന്നെ മാറ്റാൻ കുറെ പ്രയാസപ്പെട്ട് മാഷാ അല്ലാഹ് അത് മാറുകയും ചെയ്തു. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രണയം തലയിൽ കയറി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭംഗിയുണ്ടോ, ഭർത്താവ് കറുത്തിട്ടാണോ, ഭർത്താവിന് സമ്പത്തുണ്ടോ ഇല്ലയോ, അതൊന്നും നോട്ടമേ ഇല്ല. അതിനാണ് നമ്മളോട് എന്താക്കുന്നത്? പ്രണയിക്കണമെന്ന് പറയുന്നത്. ഇവിടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളിൽ എത്ര പേര്, അവിടെ ഏതായാലും പെണ്ണുങ്ങൾ കാണുന്നൊന്നുമില്ല, നിങ്ങളിൽ എത്ര പേര് ആ നല്ല പ്രണയത്തോടു കൂടിയാണ് പോണത് എന്ന് കോൺഫിഡൻസ് ഉള്ളവരെന്ന് കൈപ്പൊക്കട്ടെ. ഞാൻ 2-3 ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് മറുപടി തന്നാൽ മതി. ഒരാളാണ് ഇപ്പം ഈ കൂട്ടത്തിൽ. മോനുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ശരി, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കും. വെറുതെ നിങ്ങളെ എട എന്ന് വിളിച്ചിട്ടുണ്ടോ? അവള് ചൂടാകുമ്പോഴാണോ ഇഷ്ടത്തോട് കൂടിയിട്ടാണ്? ചൂടാകുമ്പോഴല്ല, ഇവിടെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത്. ചൂടാകുമ്പോഴല്ലാതെ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട്, ബെഡ്റൂമിലല്ലാതെ പുറത്തുനിന്ന് ഫോൺ വിളിക്കുമ്പോൾ അല്ല, അത് പറ്റില്ല.
അല്ലാന്ന് അങ്ങനെ നിങ്ങൾ സ്ഥാപിക്കല്ലേ, അത് പറ്റൂലെന്ന്. പുറത്തുനിന്ന് ഫോൺ വിളിക്കുമ്പോൾ എടാ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പുറത്തുനിന്ന് വിളിച്ചിട്ടില്ലല്ലോ, അപ്പൊ പൂർണ്ണമായിട്ടില്ല പ്രണയം. ഇരുന്നോളി, കുഴപ്പമില്ല, നിങ്ങൾ വെറുതെ പറയരുത് കേട്ടോ. പുറത്തുനിന്ന് ഫോൺ വിളിക്കുമ്പോൾ എടാ എന്ന് നിങ്ങൾ വിളിച്ചിട്ടുണ്ട്? ഇല്ല, വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രണയിച്ചിട്ട് തന്നെയാണോ കല്യാണം കഴിച്ചത്? അതാണ് പ്രശ്നം. അപ്പൊ പിന്നെ സംശയം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ പിന്നെ ആദ്യത്തെ ഇമ്പൊന്നും ഇല്ലല്ലോ. കറക്റ്റായിട്ട് പറഞ്ഞ പള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. അല്ല, കല്യാണത്തിന് മുമ്പുള്ള എഫക്റ്റ് ഇല്ലല്ലോ ശേഷം. കൂടുതലാണെന്ന് വിചാരിക്കുന്നത്. മാഷാ അല്ലാഹ്. അപ്പോൾ ഭയങ്കര ഇസ്ലാമികപരമായിട്ട് പോകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശരി, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പുറത്തുനിന്നാണ്. പുറത്തുനിന്ന് ഫോൺ വിളിക്കുമ്പോൾ എടാ എവിടാന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളല്ല പ്രണയത്തിലാണ്. അത് ചോദിക്കാൻ അനുവദിക്കണം. ആണുങ്ങളെ ഞാൻ നിങ്ങളോടാ പറഞ്ഞത്, ഞാൻ എന്നോടും കൂടിയാ പറഞ്ഞത്. ദയവ് ചെയ്തിട്ട് ആ ഭയങ്കരമായ എന്തായി നിൽക്കരുത്. നമ്മൾ ഭീമപർവമായിട്ട് നമ്മൾ നിൽക്കരുത്. അതിന് പകരം എന്താക്കണം? നമ്മൾ ഏറ്റവും സ്ട്രോങ്, കുറഞ്ഞ ലോലമായ പ്രണയത്തോടു കൂടി നിൽക്കണം. ഒന്നാമത്തെ കാര്യം. ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യം പറയില്ലേ, ഇന്ന് മുതൽ പ്രണയിക്കാം, നമുക്ക് വേണമെങ്കിൽ അതൊക്കെ പിന്നെ തീരുമാനിക്കാം. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ആ പ്രണയം തുടങ്ങണം. ഒന്ന്, ഈ പെണ്ണ് ആഗ്രഹിക്കുന്ന കെയറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണെങ്കിലും, കാറിലോ ബൈക്കിലോ എന്തോ ആകട്ടെ, നീ ഭക്ഷണം കഴിച്ചോ എന്ന് എന്നും ചോദിക്കണം എന്നില്ല. ഫുഡ് എന്താക്കി, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഈ ഫുഡ് എന്തൊക്കെ ആക്കിയത്, അതല്ല ചോദ്യം കേട്ടോ. ഫുഡ് എന്തൊക്കെ ആക്കി, മോള് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കെയറിങ് ആണ്. അത് കെയറിങ്. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ബാക്കിയുള്ള ആളുകൾ അടിക്കാൻ വേണ്ടി വന്നാൽ പോലും നമ്മൾ അവളെ പ്രൊട്ടക്ട് ചെയ്യണം. ആയിഷ റളിയല്ലാഹു തആലയുടെ സംഭവം അതാണ്. ഉലമാക്കോട് ചോദിക്കണം കേട്ടോ ബാക്കി കാര്യങ്ങൾ. നമ്മൾ ഇതിങ്ങനെ വയലുണ്ട് പറഞ്ഞിങ്ങാണ്ട് നമ്മളെ പോലെയുള്ള ആൾക്കാർ പ്രസംഗിച്ചുകൊണ്ട് എന്ത് പറയും? അതുകൊണ്ട് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നതിന് തെളിവാണ് ആയിഷ റളിയല്ലാഹു തആല വിശ്വാസമേയും കൂടി ഇങ്ങനെ വിഷയം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ദയവ് ചെയ്തിട്ട് അത് പാതി വഴിയിൽ നിർത്തരുത്. അതിൻ്റെ ഇൻറ്റൻഷൻ, ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിനൊരു ലക്ഷ്യം ഉണ്ടാവും ഇത് പറയാനുള്ളത്. ആ ഹദീസിന്റെ അവസാനത്തിൽ ഉലമാക്കളോട് നിങ്ങൾ ചോദിക്കാം, മുതിർന്ന ഉലമാക്കളോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല ശബ്ദമൊന്ന് ഉയർത്തി സംസാരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു തആലക്ക് 18 വയസ്സേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പുള്ള പ്രായങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ചിന്തയാണെന്ത് ഇതെന്നുള്ളത്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, സൈക്കോളജിയുടെ ലേറ്റസ്റ്റ് സ്റ്റഡി ഉണ്ട്, മെന്റൽ ഏജ് ഒരേപോലെ ആയാൽ അവർക്ക് ഒരുമിക്കുക എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കണം. ഇത് വിട്ടുപോകരുത് കേട്ടോ. ഈ കഥ അവിടെ നിർത്തണേ. എന്ന് വെച്ചാൽ മക്കൾ ഓർമ്മാക്കി തരണം ഏത് ആയിഷബി വിശ്വാസമേ തമ്മിലുള്ള വിഷയം. ഏജ് 3 വളരെ ശ്രദ്ധിക്കണേ. എത്രയാണ്? 3. ഒന്നാമത്തെ ഏജ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഏജ്, മറ്റൊന്ന് ക്രോണോളജിക്കൽ ഏജ്, പിന്നൊന്ന് മെന്റൽ ഏജ്. മെന്റൽ ഏജ് ഇത് വളരെ ശ്രദ്ധിച്ചോളൂ. ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോണോളജിക്കൽ ഇപ്പോൾ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ ആണെന്ന് ഇംഗ്ലീഷ് ഭാഷ അനുസരിച്ച് ഒരു രീതിയിലേ ചോദിക്കാൻ പാടുള്ളൂ. അതെങ്ങനെ ചോദിക്കുക? മുസമ്മിൽമാരെയും ഉണ്ടാതെ കിട്ടും. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഭയങ്കര ടോപ്പ് ആൾക്കാർ. അല്ലാത്ത ഈ സാധാരണ ഭൗതികമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചവരെന്ന് പറഞ്ഞാട്ടെ, രാജീവ് ഗാന്ധി ഇന്ത്യയുടെ എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ ആണെന്ന് എങ്ങനെ ചോദിക്കും? യെസ് പറഞ്ഞോളൂ. വാട്ടാണോ വിച്ചാണോ? യെസ് പറഞ്ഞു. ബാക്കി മാഷാ അല്ല, ഓക്കെ, എന്നാലും ഏകദേശം ശരിയായിട്ടുണ്ട്, ഉഷാറായി. പള്ളി ആയതുകൊണ്ട് കയ്യടിയൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. വിച്ച് ഇസ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് രാജീവ് ഗാന്ധി ഇൻ ദ പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് തന്നെ ചോദിക്കണം. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർഷിപ്പിൽ രാജീവ് ഗാന്ധിയുടെ ക്രോണോളജിക്കൽ ഓർഡർ ഏതാണ് എന്നാണ്. എത്രാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു? ഇതേപോലെ എനിക്കിപ്പോൾ 46 വയസ്സായി. എൻ്റെ ക്രോണോളജിക്കൽ ഏജ് 46. 46 ഞാൻ ക്രോണോളജിക്കലി. കാരണം 1, 2, 3, 4 ഇങ്ങനെ എണ്ണി വരുമ്പോൾ മനസ്സിലായോ? ചില ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതുമ്പോൾ കാണാം, ഇംഗ്ലീഷുകാർ എഴുതിയതിൽ 61 ഇയേഴ്സ് എന്ന് കാണാം. 61 വയസ്സ്. നമ്മൾ വിചാരിക്കേണ്ടത് അച്ചടി പെശകാണെന്ന് വിചാരിക്കേണ്ട. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏജ് റബീഉൽ അവ്വൽ 2 ആണ് എന്താക്കുന്നത്, കണക്കൂട്ടുന്നത്. 60 വർഷം കഴിഞ്ഞാൽ എന്താകും? 2 വർഷം എന്താവും? ജമ്പ് ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്ന ജനുവരി ടു ഫെബ്രുവരി ഒക്കെ ആണെങ്കിൽ 61 വയസ്സ് വരെ എന്താക്കിയിട്ടുള്ളൂ, ജീവിച്ചിരുന്നുള്ളൂ. അറബി മാസപ്രകാരമാണ് എത്ര ആയത്?
63 വയസ്സ് വരെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 46 വയസ്സ് എനിക്കായി എന്ന് പറഞ്ഞാൽ അറബിക്ക് പ്രകാരം ചിലപ്പോൾ 47 ആയിട്ടുണ്ടാവും, ചിലപ്പോൾ 48 ആയിട്ടുണ്ടാവും. ഇംഗ്ലീഷ് മാസപ്രകാരം ഞാൻ ഫെബ്രുവരി 15-ാം തീയതി ജനിക്കുന്നു എന്നാണ് കണക്ക്. അത് വെച്ചിട്ട് എനിക്ക് എന്തായിട്ടുണ്ട്, ഇപ്പോൾ 46 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ 46 വയസ്സ് എൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറാണ്, ക്രൊണോളജിക്കൽ ഏജ്. ഇനി ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ഏതാ? ഞാൻ പറഞ്ഞ അതിൻ്റെ എൻഡിലേക്ക് എത്തണം കേട്ടോ. ബയോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ 40 വയസ്സ്. ഞാൻ കന്നഡ ചെറുതായിട്ട് വായിക്കാനൊക്കെ വെക്കലുണ്ട്, എൻ്റെ കഥ പറയല്ല. 40 വയസ്സ് കഴിഞ്ഞിട്ടും ഞാൻ കന്നഡ വെക്കാതെയാണ് കൃത്യമായി വായിക്കുന്നതെങ്കിൽ ബയോളജിക്കലി എൻ്റെ കണ്ണ് 40 വയസ്സിന് താഴെയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ബയോളജിക്കൽ ഏജ് കണ്ണിൻ്റെത് എന്താണ്, കുറവാണ്. ഒരാൾ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ചുരുക്കി പറഞ്ഞാൽ കൈയൊക്കെ നല്ല മസിലൊക്കെ വന്ന് ഭയങ്കര ഉഷാറായി സ്ലിം ബ്യൂട്ടി ആയിട്ട് ഭയങ്കരമായിട്ട് 18-കാരനെ പോലെ നിൽക്കുന്നുവെങ്കിൽ അയാൾ ബയോളജിക്കലി അയാളുടെ കൈ അങ്ങനെയാണ്, കാലങ്ങനെയാണ്, അതുകൊണ്ട് എന്താണ്, അയാൾ ബയോളജിക്കലി ഫിറ്റ് ആണ്. അപ്പൊ ബയോളജിക്കൽ ഏജ് ഡിഫറെൻ്റ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി ഇതല്ലാതെ നമ്മൾ വിവാഹ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഒരു ഏജ് ഉണ്ട്. വിവാഹം ജീവിതം വിജയിക്കാൻ, ഹാപ്പി ഫാമിലി ആണല്ലോ നമ്മൾ പറഞ്ഞത്. മറ്റൊന്ന് ഏത് വിജയിക്കാൻ? നമ്മളെ കച്ചവടം വിജയിക്കാൻ, നമ്മുടെ കരിയർ വിജയിക്കാൻ, നമ്മുടെ പ്ലാനുകളെല്ലാം വിജയിക്കാൻ നമുക്ക് വേണ്ടത് മെന്റൽ ഏജ് പെർഫെക്റ്റ് ആയിരിക്കണം. മെന്റൽ ഏജ് എന്തായിരിക്കണം? എന്താ പറയാത്തത്? മെന്റൽ ഏജ് എത്ര ആവേണ്ടതെന്ന് അറിയാം. ഇപ്പൊ എനിക്കാകേണ്ടത്, എനിക്ക് 46 വയസ്സാണെങ്കിൽ എനിക്കാകേണ്ടത് അതിൻ്റെ നേർപകുതിയാണ്. എത്ര നേർപകുതി വരിക? 23 എന്ന് പറഞ്ഞാൽ എൻ്റെ മെന്റൽ ഏജ് ഇപ്പൊ ഏതിലായിരിക്കണം? 23-ലെ ആകാൻ പാടും. അപ്പോഴേ എനിക്ക് ഭയങ്കര കാഴ്ചപ്പാടോട്. അതിൻ്റെ അർത്ഥം മെച്യൂരിറ്റി കീപ്പ് ചെയ്യണം കേട്ടോ. മെച്യൂരിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ മനസ്സ് എവിടെ നിൽക്കണം? 20. അപ്പൊ വിവാഹ ജീവിതം എന്നും സന്തുഷ്ടകരമാവും. നേരെ മറിച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ 35 വയസ്സാകുമ്പോഴേക്കും എന്താകുന്നുണ്ട്? വയസ്സന്മാരെ മനസ്സിലേക്ക് പോകുന്നു. അത് വിവാഹ ജീവിതത്തിൽ ഭയങ്കരമായ അപകടം. ഞാനൊരു വ്യക്തിനെ പറയാൻ എന്നെ അനുവദിക്കണം. നമ്മുടെ VS അച്യുതാനന്ദൻ, പഴയ രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് VS അച്യുതാനന്ദൻ. ഉദാഹരണം, 96-ാമത്തെ വയസ്സിലെ മൂപ്പര് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടത്. അന്ന് പത്രത്തിലൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു. നേ പ്രത്യയം ചേർത്ത്, കെ പ്രത്യയം ചേർത്ത്, കോ പ്രത്യയം. ഞാൻ മൂപ്പരെ പൊക്കി പറയല്ല, മൂപ്പരുടെ മനസ്സ് പറയാണ്. അപ്പൊ പത്രക്കാർ ചോദിച്ചു, എന്ത് നിങ്ങൾ എന്തിനാണ് ഇടങ്ങാറായിട്ട് ഇപ്പൊ 96-ാം വയസ്സിൽ ഹിന്ദി പഠിക്കണം? മൂപ്പര് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഒരു ദിവസമെങ്കിലും പ്രൈം മിനിസ്റ്റർക്കെതിരെ ഹിന്ദിയിൽ എനിക്കൊന്ന് പ്രസംഗിക്കണം. മൂപ്പരത് ചെയ്തോ ചെയ്തില്ല എന്നല്ല, മൂപ്പരത് പഠിക്കാൻ വേണ്ടി മെനക്കെട്ട്. അപ്പൊ 96-ാമത്തെ വയസ്സിലൊരു ഭാഷ തീരെ അറിയാത്ത, പഴയ 7-ാം ക്ലാസ് തന്നെ മൂപ്പര് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? 7-ാം ക്ലാസ് വരെ മാത്രമേ VS അച്യുതാനന്ദൻ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അത് വരെ ഹിന്ദി, അന്ന് ഹിന്ദി എന്ന് പറഞ്ഞ സാധനം തുടങ്ങലൻ 8-ാം ക്ലാസ്സിൽ നിന്നാണ്. പഴയ SSLC എഴുതിയവരോട് ചോദിച്ചാൽ മനസ്സിലാവും. അവിടെ ഹിന്ദി മൂപ്പര് കണ്ടിട്ടേ ഇല്ല. ഹിന്ദി പഠിക്കാൻ പുറപ്പെട്ട് 96-ലാണ്. ഇപ്പൊ എനിക്കൊരു സാറുണ്ടായിരുന്നു, പ്രൊഫസർ ക്ലെമൻ ഡിസൂസ. സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പ് സൈക്കോളജിസ്റ്റാണ്. മൂപ്പര് വേറൊരു കപ്പാസിറ്റിയാണ്, എന്തോ ആവട്ടെ. ഞാൻ പറയുന്നത് ഈ ക്ലെമൻ ഡിസൂസ മരിക്കുന്നത് ഈ അടുത്ത കാലത്ത് 86-ാം വയസ്സിലാണ്. മൂപ്പര് സൈക്കോളജിസ്റ്റ് ആകുന്നത് എത്രാമത്തെ വയസ്സിലാണെന്ന് അറിയാം? 62-ാം വയസ്സിൽ. അതിന് അതുവരെ മൂപ്പര് ഫിസിക്സ് ആയിരുന്നു, കോളേജിൽ ലെക്ചർ ആയിരുന്നു, പ്രൊഫസർ ക്ലെമൻ ഡിസൂസ ആയിരുന്നു. കോളേജിൽ നിന്ന് വിരമിച്ചപ്പോൾ മൂപ്പർക്ക് തോന്നി സൈക്കോളജിസ്റ്റ് ആവണം. അങ്ങനെ MSc എടുത്ത്, അങ്ങനെ PhD എടുത്ത് അതിലൊരു റിസർച്ച് ചെയ്ത്, ചുരുക്കി പറഞ്ഞ മൂപ്പര് പിന്നെ കൈകാര്യം ചെയ്യാത്ത മേഖലയില്ല സൈക്കോളജിയിൽ. മൂപ്പര് എന്ത് ചെയ്തു? ഏറ്റവും സ്ട്രോങ് ആയിട്ട്, ഇപ്പോൾ ഇവിടെയൊക്കെ കോഴിക്കോടൊക്കെ ചിലർ NLP ഒക്കെ ചെയ്യുന്ന മൊയ്ന്, അവരൊക്കെ അവരുടെ ശിഷ്യന്മാരാണ്. നമ്മളൊക്കെ കുറേ കോഴ്സുകൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്നാണ്. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സൈക്കോളജിസ്റ്റ്. പക്ഷെ മൂപ്പര് ആകുന്നത് എന്ന് മുതലാണ്? 60-ാമത്തെ വയസ്സ് മുതലാണ് സൈക്കോളജി പഠിച്ചു തുടങ്ങുന്നത്. ഈ അടുത്തിടെ മരിച്ചുപോയി നമ്മുടെ മുസ്തഫ കമാൽ പാഷ സാർ. അദ്ദേഹം 56-ാമത്തെ 57-ാമത്തെ വയസ്സ് വരെ ഹിസ്റ്ററി അധ്യാപകനാണ്. മൂപ്പര് സൈക്കോളജി എടുക്കുന്നത് മൂപ്പരുടെ എത്രാമത്തെ വയസ്സിലാണ്? 57-ാമത്തെ വയസ്സിൽ. ആ സമയത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ സൈക്കോളജി എടുക്കണം, എന്തായാലും എന്താക്കണം, നിങ്ങൾ അതെന്നെ എടുക്കണം. എന്നെ നിർബന്ധിച്ച് സൈക്കോളജിയിലേക്ക് ആക്കിയത് മൂപ്പര് തന്നെയാണ്. മൂപ്പരുടെ ഒരു പ്രത്യേകത ഉണ്ട്. 10-11 മക്കളാണ്. 6 മക്കൾ ഡോക്ടേഴ്സുമാണ്, 5 മക്കൾ എഞ്ചിനീയേഴ്സുമാണ്. എല്ലാവരും ഫീസ് അടക്കാതെയാണ് പഠിച്ചത്. 15 പേര് അല്ലേ? 15 പേരാണല്ലോ. മൂപ്പർക്ക് എന്നെക്കാളും കുറച്ച് 15 പേരുണ്ട്. 2 ആള് ലൈറ്റ് അങ്ങനെയുണ്ട്. ഒന്നിൻ്റെ കണക്കാ 11 പറഞ്ഞാൽ, മറ്റത് പിന്നെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ 2 പേരിലായിട്ട് 15. എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും, ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ പറയുന്നത് മൂപ്പർ റാങ്ക് ഹോൾഡറാണ്, അതാണ് ഇതാണൊക്കെ. പക്ഷെ മൂപ്പരായി തുടങ്ങുന്നത് എന്നാണ്? സൈക്കോളജി കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നത് 60 വയസ്സൊക്കെ ആവുമ്പോഴാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ സൈക്കോളജിനെ പറ്റി പറയല്ല, നമ്മളൊരിക്കലും ഭാര്യ-ഭർത്തൃ ജീവിതത്തിൽ വയസ്സായി എന്ന ഒരു ചിന്തയുണ്ടാകാൻ പാടില്ല, പ്രായം കൂടി എന്ന ചിന്തയുണ്ടാകാൻ പാടില്ല. ഏത് പ്രായത്തിലും ഒരു കാമുകനെ പോലെ നിൽക്കാൻ നമുക്ക് എന്താക്കണം? പറ്റണം.
ആ പച്ചലിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലവ് ആൻഡ് കെയർ എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല ശബ്ദമുയർത്തി സംസാരിക്കുന്നു. ആ സമയത്ത് അത് കേട്ടുകൊണ്ട് ആര് വരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല സ്വന്തം പിതാവാണ്. ശബ്ദമുയർത്തി സംസാരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കണമാതിരി ഭയങ്കര പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ശബ്ദം ഉയർന്നു പോയി എന്നതേ ഉള്ളൂ. അല്ലാതെ ആയിഷ ബീവിനെ പറ്റിയിട്ട് എന്താക്കരുത്. അബുൽ ഹസൻ നദവി സാഹിബൊക്കെ സൂക്ഷ്മത കാണിക്കുന്ന ഒരു രംഗമുണ്ട് ഹിസ്റ്ററി ഒക്കെ എഴുതുമ്പോൾ. ഈ രംഗം ഇങ്ങനെ പറയുമ്പോൾ ഈ രംഗം പറഞ്ഞെടുത്ത് അദ്ദേഹം ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്, അല്ലെങ്കിൽ അത് വിശദീകരിക്കുന്ന ഒരു സംഭവമുണ്ട്. ആയിഷ ബീവിയിൽ നിന്നും ഇത്തരം ഒരു സംഭവം ഉണ്ടായെന്ന് നിങ്ങൾ എന്താക്കരുത്, ചിന്തിക്കരുത്. പകരം നമ്മളെപ്പോലെയുള്ള ആളുകളിൽ നിന്നും ഇങ്ങനെ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആയിഷ ബീവിയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? അത്ര സൂക്ഷിച്ചാണ് അവരൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ആയിഷ ബീവി ഒന്ന് ശബ്ദമുയർത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര വിഷമമായി. ആ സമയത്ത് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നെ വരുന്നു. എങ്ങനെയാ വരുന്നത്? എങ്ങനെ വരും? നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കൈയൊക്കെ ചുറ്റിയിട്ട് മകളെ അടിക്കാൻ വേണ്ടിയിട്ടാണ് വരും. കാരണം തനിക്ക് പ്രിയപ്പെട്ടത് സ്വന്തം മകളേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വന്തം മകളെ അടിക്കാൻ വേണ്ടി കൈ ഉയർത്തിയപ്പോഴേക്കും മകള് ചെയ്ത പരിപാടി എന്താ? ആയിഷ ബീവി റളിയല്ലാഹു തആല എവിടെ വിളിച്ചതെന്നറിയാം? അത് നമ്മൾ കേൾക്കണം. എവിടെ വിളിച്ചത്? റസൂലുള്ളാഹിയുടെ പിന്നിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പിന്നിൽ. എന്നിട്ടൊരു ചിരിയും. ആ ചിരിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഇനി നിങ്ങൾക്ക് എന്നെ അടിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനത്തെ ഭർത്താവായി കൊടുക്കണം. ദാറ്റ് ഈസ് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ. നമ്മളായിട്ട് പ്രശ്നം കൂടിയിട്ട് അവളുടെ ഭർത്താവാണ് അടിക്കാൻ വേണ്ടി വരുന്നെങ്കിൽ പോലും നമ്മുടെ പിന്നിൽ അവൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അടിക്കരുതെന്ന് പറയാം. അടിക്കരുതെന്ന് പറഞ്ഞിട്ട് തടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അവൾക്ക് അത്ര ആശ്വാസം വരണം. എന്നെന്തായാലും മൂപ്പരെ പിന്നിൽ കൂടിയാൽ അടിക്കൂല. അത്ര പ്രൊട്ടക്ഷൻ ആയിരിക്കണം നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. സംരക്ഷണം. ആ സംരക്ഷണമാണ് ഇവിടെ. എന്നാൽ തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ടത് എന്താ? ഭർത്താക്കന്മാർ പ്രതീക്ഷിക്കുന്നത്, അപ്പുറത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത്, ഭർത്താവും മൂന്നെണ്ണാണ് പ്രതീക്ഷിക്കുന്നത്: ലവ്, കെയർ, പിന്നെ സപ്പോർട്ട്. നിങ്ങൾ ആ പ്രൊട്ടക്ഷന് പകരം നമ്മൾ ആഗ്രഹിക്കുന്നത് സപ്പോർട്ടാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു വഫക്കി തങ്ങൾ. വഫക്കി തങ്ങളെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഈ കേരളത്തിനുണ്ടായിട്ടുണ്ട്. അവരൊക്കെ സ്വന്തത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ മാഷാ അല്ലാഹ് നമ്മുടെ ഇപ്പോൾ ഈ പള്ളി നിൽക്കുന്നത് പ്രിയപ്പെട്ട ഇബ്രാഹിം ഹാജിയുടെ, നമ്മുടെ അദ്ദേഹത്തിൻ്റെ മൂത്താപ്പയുടെ ഒരു ഇതിലാണ്. ഞാൻ ലാസ്റ്റ് ദുബായി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഒരു ദിവസം നിന്നത്. നമ്മളെ മൂത്താപ്പൻ്റെ കൂടെ അവസാനത്തെ ഒരു മാസം കൂടിയുള്ള സത്യം. അന്ന് ഞങ്ങൾ അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അന്ന് മൂത്താപ്പനെയാണ് എന്താക്കിയത്? ബെൻസ് ഓടിച്ചത് പള്ളിക്ക് നിസ്കരിക്കാൻ കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊക്കെ ഓടിച്ചോ, നമുക്ക് അവിടെ ലൈസൻസ് ഒന്നും ഇല്ലെങ്കിലും ഇവിടുന്ന് ആ പള്ളിക്ക് അത്രയല്ല ദൂരം, നിങ്ങൾ ഓടിക്കേണ്ട. അതൊന്നും പറ്റില്ല, ഞാൻ തന്നെ ഓടിക്കുന്നറിഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ചിട്ട് പോകുന്നു. എന്നാൽ കുറേ കാര്യം സംസാരിച്ച് അവിടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ കൊണ്ടുപോയി അതൊക്കെ പറിച്ച് എന്നെ കൊണ്ട് തീറ്റിച്ച് അങ്ങനായി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നൊരു പാപ്പയെ പോലെ കുറേ കാര്യങ്ങൾ ഉപദേശിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് വലിയ അനുഗ്രഹം കൊടുക്കട്ടെ, വലിയ ദർജാത്തുകൾ കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു, അവരെ കൊണ്ടൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ഈ സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഈ ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങളുടെ ഒരു പ്രസ്താവനയുണ്ട്: എനിക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ പറ്റിയത് എൻ്റെ പ്രിയപ്പെട്ട ബീവിയുമ്മ എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ്. രാവും പകലുമില്ലാതെ എൻ്റെ വീടിൻ്റെ മുറ്റം നിറഞ്ഞു നിൽക്കുമ്പോൾ അവരെ മുഴുവൻ സ്വീകരിച്ചിട്ട് അവർക്കൊക്കെയും സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത എൻ്റെ ഒരു ഭാര്യ, പ്രിയപ്പെട്ട ഷിഹാബ്. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ മരിച്ചുവരെ പറ്റിയിട്ട് പറയാം. ഷിഹാബ് തങ്ങൾ അമേരിക്കയിലായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുന്നത്. അങ്ങനെ മുനവർ മോൻ എന്നോട് പറയാണ്, ഞാൻ അവിടുന്ന് ഇതുവരെ ഇവിടെ വെക്കുന്നവരെയും ഉണ്ടില്ല, പെട്ടെന്ന് അവിടുന്ന് പോന്നു, പക്ഷെ എയർപോർട്ട് എത്തുന്നത് വരെ മിണ്ടില്ല. ആ സമയത്ത് ഷിഹാബ് വീട്ടിലേക്ക് കയറിയിട്ട് കസേരയിലിരുന്ന് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അതുവരെ മിണ്ടിയിട്ടില്ല. ഷിഹാബ് പറഞ്ഞത്ര മോനോട്, ഉമ്മ ഏത് റൂമിലാണ് കിടക്കണമെന്ന്. അല്ലെ ഉമ്മ ഉള്ള റൂമിൽ തന്നെ. അല്ല എവിടാ മരിച്ചെടുക്കണമെന്ന് വെച്ചത്ര. അത്ര ബന്ധമായിരുന്നു അവരും. ഷിഹാബ് ഭാര്യയും കൂടിയുള്ളൊരു ബന്ധമുണ്ട് ഭയങ്കര. എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കതറിയാം, അതല്ലേ നമ്മൾ പെട്ടെന്ന് പോകുന്നത് എന്നുള്ളതാണ്. ഷിഹാബ് പലപ്പോഴും പറയാറുണ്ട്, എന്നെ ഏറ്റവും വലിയ ആശ്വാസത്തിലേക്ക് എത്തിച്ചത് എൻ്റെ ബീവിയാണ്, എൻ്റെ ഭാര്യയാണ്. മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ഭാര്യനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം അത്ര വലിയ സപ്പോർട്ടായി. നമുക്കതൊക്കെ വിടാം. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ ഓരോ ആൾക്കാരാണ്. നേരെ മേലേക്ക് പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെതൊന്ന് ആലോചിച്ച് നോക്കി. 1000 കോടി ആളുകളെ കൂട്ടുന്നതിനേക്കാൾ വലുതല്ല ഒരൊറ്റ ജീവിതം എന്ന് പറഞ്ഞത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പറയുന്നത്, റെഫർ ചെയ്തിട്ട് പ്രസംഗിക്കണം നല്ലതാണ്. എന്ന് വെച്ചാൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് എന്ത് ചെയ്തു? 39-40 വയസ്സിൽ ഹിറാ ഗുഹയിൽ പോയിരിക്കുന്നു. ആ സമയത്ത് ഖദീജ ബീവി ഭക്ഷണപ്പൊതിയുമായിട്ട് പോകുന്നത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താണ് ആളെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊന്നും കൊണ്ടുപോകാതെ എന്നിട്ട് ഈ പാവം ഭാര്യ കൊണ്ടേ കൊടുക്കുകയാണെന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല കേട്ടോ. നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊണ്ടേ കൊടുക്കാണ്ട് ഒരു പൂതി തോന്നി കയറിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കൊണ്ട് തന്നെയാണ് പോവുക. ആരെയും ഇടങ്ങാറാക്കാനൊന്നും നിന്നിട്ടില്ല. ഭക്ഷണം കൊണ്ട് പോകുമായിരുന്നു. പക്ഷെ ഖദീജ ബീവി ഇടയ്ക്കിടയ്ക്ക് കയറും. നിങ്ങൾ കയറിയൊരു ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാകും. കയറുമ്പോഴൊക്കെ ഞാൻ ഒറ്റ തവണ പോയിട്ടുള്ളൂ. നമ്മൾ കൊണ്ട് അമ്മണി സാഹിബിൻ്റെ കൂടെ. ബാക്കിയൊക്കെ പോകുമ്പോഴൊക്കെ നിങ്ങൾ പോയിട്ട് വരും, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയില്ല. ഹജ്ജിൻ്റെ ഉംറൻ്റെ ഭാഗമാണ്. അത്രയും കേരണ്ടതുകൊണ്ടാണ്. ഇപ്പം പടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ പടിൻ്റെത് തീരലേ ഇല്ല. ബംഗാളികളും മറ്റേ പാകിസ്ഥാനികളും പടികൾ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ചുരുക്കി പറഞ്ഞാൽ ആ പടികളൊക്കെ ഇപ്പം ഉണ്ട്. പക്ഷെ ആ പടികളൊന്നും ഇല്ലാത്ത കാലത്ത് ഖദീജ ബീവി റളിയല്ലാഹു തആല കയറിപ്പോയിരുന്ന രംഗൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ പുതിയൊരു ഭാഗത്ത് വെച്ച് എന്നിട്ട് ആ പാറമക്കൂടെയൊക്കെ കയറി അത്രയും വലിയ താഴത്തുനിന്ന് ഇങ്ങനെ നോക്കിയാൽ മേലൊക്കെ നോക്കി അങ്ങനെ പാവക്കുട്ടികൾ കയറി പോണ പോലെ തോന്നും. അത്രയും ദൂരെയാണ് ഇത് നിൽക്കുന്നത്. ജബലുൻ നൂർ. അതിൻ്റെ മുകളിലേക്ക് പോയിട്ട് ആ ജബലുൻ നൂറിലെ ഗുഹയാണ് ഹിറാ ഗുഹ. അങ്ങോട്ട് ഇങ്ങനെ പോവാണ്. എന്നിട്ട് ഒറ്റ തവണ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്തിനാ അങ്ങനെ വന്നിരിക്കുന്നത്, എന്തിനാ ഈ ഇടങ്ങേറാക്കുന്നത്, എന്തിനാ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ചരിത്രം നമ്മളോട് പറയുന്നു. കംപ്ലീറ്റ് സപ്പോർട്ടാണ്. എൻ്റെ ഭർത്താവ് എന്താണോ ചെയ്യുന്നത് അതിന് എൻ്റെ അന്ന് വിശ്വാസം എന്തായിട്ടില്ല, നുബുവത്ത് കിട്ടിയിട്ട് പോലുമില്ല, എന്നിട്ടും കംപ്ലീറ്റ് സപ്പോർട്ടാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ വർഷത്തിന് എന്താ പേരെന്നറിയോ? ഇസ്ലാമിക ചരിത്രത്തിലെ പേര് ആമുൽ ഹുസ്ൻ, ദുഃഖത്തിൻ്റെ വർഷം. ഖദീജ ബീവി പലപ്പോഴും പറയുന്നു ഖദീജ ബീവിയുടെ മഹത്വത്തെ കുറിച്ച്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ് അവസാനം പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോഴും ആ ആളെ പറ്റിയിട്ടുള്ള ചിന്ത തന്നെയാണോ എന്ന് ചോദിക്കണ്ടേ? റസൂലുള്ളാഹി പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താണ് ആയിഷ നീ പറയുന്നത്? റസൂലുള്ളാഹി സഹിക്കാൻ പറ്റുന്നില്ല. സംഭവം ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ മറുപടി എന്താ? എൻ്റെ ഖദീജ എന്നെ സഹായിച്ചതുപോലെ ആരും എന്നെ സഹായിച്ചിട്ട്, എൻ്റെ ഖദീജയുടെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? ഖദീജ ബീവി റളിയല്ലാഹു തആല ഏറ്റവും വലിയ സമ്പന്ന, എന്നിട്ട് റസൂലുള്ളാഹി പരമദാരിദ്ര്യത്തിൽ. അപ്പം അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇതൊക്കെ ആർക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക? സ്വന്തം വീട് വെക്കാനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി കൊടുത്തിട്ടും ഖദീജ ബീവി ഇതിനൊക്കെ സമ്മതിച്ചിരുന്നു എന്നതാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആലയെ കുറിച്ച് ഒരിക്കലൊരു സ്ത്രീ വീട്ടിലേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്നിട്ട് ആദരിച്ചിട്ടൊരു കിളവിയായ സ്ത്രീയെ എന്താക്കി? റസൂലുള്ളാഹി എഴുന്നേറ്റ്, ആ രംഗത്തൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. റസൂലുള്ളാഹി എഴുന്നേറ്റിട്ട് ആ സ്ത്രീയെ ആദരിച്ചിട്ട് നിങ്ങൾ ഇരിക്കുന്നൊക്കെ പറയാം. ആ സമയത്ത് ആയിഷ ബീവി ചോദിക്കുന്നത് ആരാണ് നിങ്ങൾ ഇത്രമാത്രം? കാരണം റസൂലുള്ളാഹിനെ കാണുമ്പോൾ ആരും എണീക്കരുതെന്ന് റസൂലുള്ളാഹി ഇടയ്ക്കൊക്കെ പറയുമെന്നെങ്കിലും ഭയങ്കര മഹത്വം കൊണ്ട് ആളുകൾ ഷോക്ക് അടിച്ചതുപോലെ എഴുന്നേൽക്കുമായിരുന്നു. ആ റസൂലുള്ളാഹി എഴുന്നേറ്റ് കൊടുക്കുകയാണ് ഏതോ ഒരു കിളവിയായ സ്ത്രീക്ക് വേണ്ടിയിട്ട്. ആയിഷ ബീവി ചോദിച്ചോ പറഞ്ഞെന്താണെന്നറിയോ? ഇതെൻ്റെ ഖദീജയുടെ കൂട്ടുകാരിയാണ്, എൻ്റെ ഖദീജ ബീവിയുടെ കാലത്ത് എൻ്റെ വീട്ടിൽ വരുമായി. ആ ഓർമ്മയിലാണ് റസൂലുള്ളാഹി പോലും എന്താക്കുന്നത്, ഇവരെ ആദരിക്കുന്നത്. അത്രമാത്രം റസൂലുള്ളാഹിക്ക് സപ്പോർട്ടേ ആര് കൊടുത്തിട്ടുള്ളൂ? ഖദീജ ബീവി. എല്ലാവരും സപ്പോർട്ടേ കൊടുത്തിട്ടുള്ളൂ, മുഴുവൻ സപ്പോർട്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കൂടുതൽ താമസിക്കണമെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് കൊടുക്കും. മനസ്സിലായോ? ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു കൂടുതൽ താമസം. അത് ആര് സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ്? മറ്റു ഭാര്യമാർ സപ്പോർട്ട് ചെയ്തത്. കംപ്ലീറ്റ് സപ്പോർട്ട്. ഇത് ശരിക്കും പക്ഷെ നല്ല കാര്യത്തിന് കേട്ടോ, നല്ല കാര്യത്തിന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇനി ഇതിനെ കുറച്ചും കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ആണ്ടും കൊണ്ടൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇൻഷാ അല്ലാഹ് അവിടെ സ്ത്രീകളൊന്ന് എഴുന്നേറ്റോളം വേണമെങ്കിൽ കുറേ നേരമായി ഇരിക്കണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ 4 ഭാഗത്തേക്ക് ഒന്ന് കയ്യൊക്കെ ഒന്ന് കൊടുത്താട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു നല്ല രീതിയിലൊരു ഇതൊക്കെ ഒന്ന് കൊടുത്താട്ടെ.